അത് 1981-82 കാലഘട്ടത്തിലാണല്ലോ നമ്മുടെ രൂപത രജത ജൂബിലിയുടെ ആഘോഷങ്ങളൊക്കെ. അതിനെക്കുറിച്ചുള്ള ഓർമ്മകളൊക്കെ, അതുപോലെ തന്നെ പോത്തനാട് പിതാവിൻ്റെ ആകസ്മികമായ വേർപാടും ഒക്കെ അതിനോടനുബന്ധിച്ച് അത് അതെ, അങ്ങനെയായിരുന്നു. അത് ഇവരിക്കാരും മദർ തെരേസ ആയിട്ട് വന്നത്, വന്നത്. പ്രധാന ഗസ്റ്റായിട്ട് വന്നു. പിന്നെ ഇവരെ ഞാൻ ഓർക്കുന്നില്ല അടുത്ത്. തെരേസ പരക്കാട്ടി പിതാവായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മുടെ മദർ തെരേസ ഉണ്ടായിരുന്നു. നമ്മുടെ സെൻറ്റ് ജോസഫ് ഗ്രൗണ്ടില്ല പരിപാടിയെല്ലാം ആഘോഷമായിരുന്നു. ഒത്തിരി ആളെല്ലാം ഉണ്ടായിരുന്നു. ഗംഭീരമായിട്ട് നടന്നത്. അങ്ങനെ സിൽവർ ജൂബിലി. അത് ഉടനെയാണല്ലോ പറയക്കാട്ടി പിതാവിൻ്റെ പിതാവിൻ്റെ സ്ഥാനത്യാഗം ശേഷം പിതാവ് ഉച്ചയോടെ കഴിഞ്ഞാൽ മരിച്ചിട്ടുണ്ട്. 4 കൊല്ലം കഴിഞ്ഞായി. അതിനിടയ്ക്കായി മാർപ്പാപ്പ ജോൺ പോൾ രണ്ടാമൻ ഇവിടെ ഇന്ത്യയിൽ വന്നത്. ഇവിടെ എറണാകുളത്ത്, കാക്കനാട്, ഇവിടെ എറണാകുളത്തല്ല, കോട്ടയത്ത് എറണാകുളത്തിൽ സദസ്സിൻ്റെ പേര് മംഗളാശ്ശേരി. അവിടെ വന്നു. എറണാകുളത്താണ് വന്നത്. കുർബാനയൊക്കെ സ്ഥലത്താണ് സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞത്. ഇനി കോട്ടയത്ത് അവിടെ അൽഫോൻസാമ്മയുടെയും ഒക്കെ നാമകരണം നടന്നുണ്ടായിരുന്നു. കോട്ടയത്തായിരുന്നു. ആ സമയം തന്നെയാണല്ലോ നമ്മുടെ പുതിയ കുർബാന ക്രമത്തിൻ്റെ ആരംഭം. കോട്ടയത്ത് ജോൺ പോളുണ്ടാകുന്ന മാർപ്പാപ്പ കുർബാനക്രമത്തിൻ്റെ ആരംഭം. അതിൻ്റെ കുർബാന ചെല്ലുന്നതോടുകൂടി ഉദ്ഘാടനമായി പ്രഖ്യാപിച്ചു. ഇപ്പോൾ ഉണ്ടാകുന്ന ഈ പല പ്രതിസന്ധികൾക്കും മുന്നേ തന്നെ നമ്മുടെ ഇവിടെ ഒരു ലിറ്റർജിക്കൽ ഡിസിപ്ലിൻ എടുക്കുന്ന കാര്യത്തിൽ പിതാവ് കൃത്യമായിട്ടുള്ള നിലപാട് പുലർത്തിയിരുന്നല്ലോ ആ കാലഘട്ടത്തിൽ. അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ ഒരു പൗരസ്ത്യ സഭ ആയതുകൊണ്ട് പൗരസഭയുടേതായ രീതിയിൽ പോകണം ചിന്ത എനിക്കുണ്ടായിരുന്നു. ഞാൻ വലിയ ലിറ്റർജിസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് മാർപ്പാപ്പ ശരിയായ കുർബാന അത് ചെല്ലണം, നമ്മൾ അതുപോലെ തന്നെ ചെല്ലണം. അങ്ങനെയാകാം എന്ന് പറഞ്ഞ് ഇവിടെ അങ്ങനെ തന്നെ തുടങ്ങി. അച്ഛന്മാർക്ക് നിർദ്ദേശമെല്ലാം കൊടുത്ത് അങ്ങനെ വേണം നമ്മൾ. മാർപ്പാപ്പ ചിലതുപോലെ കുർബാന ചെല്ലണം, അപ്പസ്തം ഉപയോഗിക്കണം, മറ്റൊന്നും പാടില്ല എല്ലാ രീതിയിൽ. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് എന്നാലും വിശദീകരിച്ച് കൊടുത്തപ്പോഴത്തേക്ക് എല്ലാവരെയൊക്കെ ചൊല്ലി ഇങ്ങനെ മറ്റൊന്നുകൂടാണ്ട് ചൊല്ലി പോരുന്നു. പിന്നെ ആരാധനാക്രമത്തിൽ മറ്റു കാര്യങ്ങളാണെങ്കിലും ഇതുപോലെ തന്നെ ചെയ്യണം എന്നൊക്കെ വ്യക്തി നിർബന്ധമൊക്കെ ആയിട്ട് പറഞ്ഞു. എല്ലാവരും ചെയ്തു പോയി. കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല, എല്ലാം നന്നായിട്ട് പോകുന്നു. നമ്മുടെ മഹാജൂബിലി ആയപ്പോഴത്തേക്ക് നമ്മുടെ രൂപത വളരെയേറെ വലുതായിരുന്നു. തീർച്ചയായിട്ടും പിതാവിനറിയാം, ഒത്തിരിയേറെ 200-ൽ കൂടുതൽ ഇടവകകൾ, 5 ലക്ഷത്തോളം വിശ്വാസികൾ, വളരെ ബൃഹത്തായ ശുശ്രൂഷകൾ. രൂപതയുടെ വിഭജനത്തെക്കുറിച്ചുള്ളൊരു ചിന്ത പിതാവിൻ്റെ മനസ്സിലുണ്ടായിരുന്നോ? രൂപത എങ്ങനെ വലുതായത്, പള്ളികളെല്ലാം പണിതു, കേരള പള്ളികളെല്ലാം പണിതു, എല്ലായിടത്തും തന്നെ സ്കൂളുകളായി. പള്ളികളും സ്കൂളുകളൊക്കെ ആയി കഴിഞ്ഞ് വഴികളും ആവശ്യത്തിനൊക്കെ എല്ലായിടത്തും തന്നെ റോഡൊക്കെ ആയി. ഇനി ആയി കഴിഞ്ഞപ്പോഴത്തേക്കും രൂപതയൊന്ന് ഭാഗിക്കുന്നു നല്ലതായിരിക്കും. അവരുടെ സ്വന്തം കാര്യം നിൽക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ വികസന സാധ്യതയൊക്കെ കാണുമായിരിക്കും വിചാരിച്ചു. അവർ ഇത്രയും 5 ലക്ഷത്തോളം ആളുകൾ കൊണ്ട് വലിയ രൂപത ആണല്ലോ, കുറച്ചുകൂടെ നല്ലത് അവർക്ക് സ്വന്തമായിട്ട് രൂപത ഉണ്ടാകുകയായിരിക്കും എന്ന് ചിന്ത ഉണ്ടായതുകൊണ്ടാണ് അങ്ങനെയുള്ള ആലോചനകൾ നമ്മുടെ പാസ്റ്റൽ കൗൺസിൽ അതിന് മുമ്പ് തന്നെ പ്രീ സെനറ്റിൽ ആലോചന യോഗത്തിലൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ ചിലർ പറഞ്ഞ് ഇത്തിരി കഴിഞ്ഞിട്ട് പോരെ, ചിലർ പറഞ്ഞില്ല ഒന്നിനും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ പാസ്റ്റൽ കൗൺസിൽ ആലോചിച്ച് അപ്പോൾ ആരും കുഴപ്പമില്ല വായിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അത് ആവട്ടെ തീരുമാനിച്ചുകൊണ്ട് അപേക്ഷയെ കൊടുത്തു, റോമിൽ കൊടുത്തു. ആദ്യം ഈ ബിഷപ്സ് സിനഡിൽ പറഞ്ഞു. സിനഡ് ഗോ ഹെഡ് എന്ന് പറഞ്ഞു. റോമിൽ അപേക്ഷ കൊടുത്തു. റോമിൽ നിന്ന് അംഗീകാരം കിട്ടി. 2003 ഉണ്ടായിട്ട് ബാധിച്ചു. രൂപത പിരിയുന്ന സമയത്ത് തന്നെ ആ രൂപതയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഒരുക്കിയ ശേഷമാണ് രൂപത വിഭജനത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. അത് അത്യാവശ്യം എല്ലാ സൗകര്യം ഉണ്ടായിരുന്നു. കാരണം ഞാൻ കോതമംഗലിൽ ഉണ്ടായ ഒന്നും ഒരു സൗകര്യമില്ലായിരുന്നു. പോത്തനാട് താമസിക്കാനുള്ള സൗകര്യമൊന്നുമില്ല. അത് കത്തീഡ്രലിലെ പള്ളിമുറിയിൽ താമസിച്ചിട്ടുണ്ട് തന്നെ. പള്ളി വികാരിച്ചനോട് താമസിക്കണം, സെയിൻറ്റീസിൽ താമസിക്കണം, പോത്തനാട് പിതാവ് താമസിക്കണം, വികാരിനോട് താമസിക്കണം, സൗകര്യമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഒരു ഗതിയിലായിരുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇടുക്കി രൂപത ഭാഗിക്കുകയാണെങ്കിൽ, രൂപത വരികയാണെങ്കിൽ സൗകര്യം വേണം. അതുകൊണ്ടാണ് ആ അടിമാലിലൊരു പാസ്റ്റൽ സെൻ്റർ ഉണ്ടാക്കി. അത് അത്യാവശ്യ സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ബിഷപ്സ് ഹൗസ് അവിടെ അങ്ങനെ താമസിക്കാൻ അവിടെ ചെയ്യാം. പിന്നെ കരിമലിൽ അവിടെ ഒരു നമ്മുടെ ഈ ഹൈറേഞ്ചിലെ ആളുകളുടെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാവുന്ന രീതിയിൽ ചെറിയൊരു ഹോസ്പിറ്റലും എല്ലാം തുടങ്ങിയായിരുന്നു. മാത്രമല്ല ഒരു പ്രസ്ഥാനം ഉണ്ടായിരുന്നു. അതായത് ഈ ഇടവുകളിൽ പോയി, വീടുകളിൽ പോയി കിടപ്പ് രോഗികളെല്ലാം കണ്ട് അവർക്ക് രജിസ്ട്രേഷൻ കൊടുക്കാനോ രജിസ്റ്റർ ചെയ്യാനൊക്കെ ആയിട്ട് സിസ്റ്റേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. 4 ഗ്രൂപ്പുകളുണ്ടായിരുന്നു. FCC ഉണ്ടായിരുന്നു, SIBS ഉണ്ടായിരുന്നു, SH ഉണ്ടായിരുന്നു, CMC ഉണ്ടായിരുന്നു. 4 ഗ്രൂപ്പുകളുടെ സിസ്റ്റേഴ്സിനെ ട്രെയിൻ ചെയ്തു. അദ്ദേഹം പലയിടത്തും വിട്ട് ട്രെയിൻ ചെയ്ത് അവരിങ്ങനെ അവരുടെ സെൻറ്ററിൽ നിന്ന് വീടുകളിലേക്കിടെ പോകും, ഇഞ്ചക്ഷൻ കൊടുക്കണേ കൊടുക്കും, കാര്യങ്ങളെക്കുറിച്ച് പഠിപ്പിക്കും, അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു.
അപ്പോൾ അവരൊരു കേന്ദ്രം ആയിട്ടൊരു കരിമനിൽ ഒരു ഹോസ്പിറ്റലുണ്ടാക്കി അവിടെ നിന്നാണ് ചെയ്തുകൊണ്ടിരുന്നത്. ആരാധന സിസ്റ്റേഴ്സ് ആ ഹോസ്പിറ്റൽ നടത്തിക്കൊണ്ടിരുന്നത്. ഹോസ്പിറ്റലാണ് പിന്നീട് ബിഷപ്സ് ഹൗസ് ആയിട്ട് അതെ, അതങ്ങനെ ബിഷപ്സായിട്ട് മാറ്റിയെടുത്തു. കരിമനിൽ ഇത്തിരി സ്ഥലം വാങ്ങിച്ചു. ടൗണിൻ്റെ മുകളിലൊരു 3 ഏക്കർ സ്ഥലം വാങ്ങിച്ചു. ടൗണിൻ്റെ താഴെയും സ്ഥലം വാങ്ങിച്ചു. ഇത്തിരി സ്ഥലം കൂടുതൽ വാങ്ങിച്ചു. എല്ലാ സൗകര്യങ്ങളെല്ലാം അത്യാവശ്യം സെമിനാരിയൊക്കെ സ്ഥലത്തിൻ്റെ സൗകര്യങ്ങളും ഉണ്ടാക്കി കൊടുത്തു അവിടെ. ഹൈ റേഞ്ചിൻ്റെ ഒരു വളർച്ചയുടെ കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും നമ്മുടെ രൂപതയിലെ വൈദിക പിതാവിൻ്റെ നേതൃത്വത്തിലും പോത്തനാട് പിതാവിൻ്റെ നേതൃത്വത്തിൽ ഒത്തിരിയേറെ ശുശ്രൂഷകൾ ചെയ്തിട്ടുണ്ടല്ലോ. ആ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഇരട്ടയാറ് മേഖലകളിലെല്ലാം ഈ ഡാമോ മരുന്നൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒത്തിരിയേറെ ശക്തമായ ഒരു പ്രതിഷേധ രൂപതാ തലത്തിൽ തന്നെ ഗവൺമെൻറ് ഉണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഇരട്ടയാറ് ഡാം വരികയാണെങ്കിൽ ആളുകളെല്ലാം കുടിയിറങ്ങി പോകേണ്ടി വരും. എല്ലാം കുടിയിറങ്ങി എങ്ങോട്ടാണ് പോകുന്നത്? അതുകൊണ്ട് ആ ഗവൺമെൻറ് ശ്രദ്ധിക്കുന്നൊന്നുമില്ല. ഗവൺമെൻറ് ശ്രദ്ധിക്കില്ല. അതുകൊണ്ട് നമ്മൾ ജനങ്ങളുടെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് സമരം തുടങ്ങിയതിൽ ഡാം ഉണ്ടാക്കാൻ സമ്മതിക്കുകയില്ല. ഡാം ഉണ്ടാക്കുകയാണെങ്കിൽ 3 പാലങ്ങൾ വേണം. 3 പാലങ്ങൾ വേണം. അത് ശക്തമായ സമരമായിരുന്നു. അവിടെ മരക്കുടിയച്ഛൻ്റെയൊക്കെ നേതൃത്വത്തിൽ അവിടെ അച്ഛൻ ഇരട്ടയാറിലെ വികാരിയായിരുന്നു. ചുറ്റുപാടിലെ അച്ഛന്മാരെല്ലാം കൂടി അതിന് വന്നപ്പോഴത്തേക്കും ഒരു പ്രതിസന്ധിയായി. പിന്നെ ഈ ഇലക്ട്രിസിറ്റി ബോർഡുകാരും ഞാൻ അടുത്ത MLA കൂടി സന്ധി സംഭാഷണത്തിലായിട്ട് വന്നു. കോതമംഗലത്ത് അരമനയിൽ വന്ന് സന്ധി സംഭാഷണം. ഇപ്പോൾ ആരും പറഞ്ഞിങ്ങനെ ഇത് ഞങ്ങൾക്ക് സമ്മതിക്കാൻ പറ്റുകയില്ല, നിങ്ങൾ പകരം സ്ഥലം കൊടുക്കണം, പിന്നെ 3 പാലവും പണിയത് കൊടുക്കണം, ഞാനെങ്കിൽ പറ്റുള്ളൂ. അപ്പോൾ ഓരോ സമ്മതങ്ങൾ പറയുന്നവർ ഞങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞ് അഗ്രി ചെയ്തു. ഇലക്ട്രിസിറ്റി ബോർഡുകാരും നമ്മൾ രൂപതയായിട്ട് അഗ്രിമെൻ്റ് ഉണ്ടാക്കി ചെയ്തോളാമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു പാലം ഉണ്ടാക്കി പകരം സ്ഥലവും കൊടുത്തു. വാഴത്തോപ്പിനടുത്ത് സ്ഥലവും കൊടുത്തു. ഇങ്ങനെയാണ് ആദ്യകാലത്തെ പിതാവിൻ്റെ ഹൈ റേഞ്ചിലെ യാത്രകളൊക്കെ വളരെ ദുർഘടമായിരുന്നല്ലോ. മിക്കവാറും സ്ഥലങ്ങളിലേക്ക് വണ്ടി ചെല്ലിയില്ല. അതുപോലെ തന്നെ ചെന്ന സ്ഥലങ്ങളിൽ നിന്ന് പിന്നെയും ഒത്തിരിയേറെ നടക്കേണ്ടിയൊക്കെ വന്നിരുന്നു. അപ്പോൾ അതിലൊക്കെ പിതാവ് ഓർമ്മയിലേക്ക് പെട്ടെന്ന് വരുന്ന ഓർമ്മകൾ, യാത്രകൾ? അവിടെയൊക്കെ ഈ ഉദാഹരണത്തിനായിട്ട് പല സ്ഥലങ്ങളിലും ഈ മാങ്കുളത്തിന് വണ്ടിയൊന്നും പോകുകയില്ലായിരുന്നു. കുരിശുപാറ ഒരു വണ്ടി പോകുമായിരുന്നു. പിന്നെ അവിടെ നിന്ന് നടന്നു പോയിരുന്നു. മാങ്കുളത്തിന് പിന്നെ ആനക്കുളത്തിന് അത് നടന്നു പോയി. സൗകര്യങ്ങളൊക്കെ കുറവായിരുന്നു. പിന്നെ പല സ്ഥലങ്ങളോട്ടും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. ഈ ജീപ്പൊന്നും കയറി പോകില്ലാത്ത സ്ഥലങ്ങളുണ്ടായിരുന്നു. എങ്കിലും അതിൽ പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ദൈവസഹായത്താൽ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. ഇനി ഞാൻ അച്ഛന്മാരുടെ കാര്യങ്ങൾ ഓർക്കുമായിരുന്നു. അവരിങ്ങനെ സൗകര്യങ്ങളൊന്നും ഇല്ല. പലരും 10 കിലോമീറ്റർ 15 കിലോമീറ്റർ നടന്നുകൊണ്ടൊക്കെയാണ്. ആദ്യകാലത്ത് ഈ കുമ്പമ്പാറയിൽ നിന്നും മാങ്കുളത്തിൽ നടന്നു പോയ കുർബാനയിലേക്ക് കൊണ്ടിരുന്നത്. 10-20 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നടന്നു പോയി, ഞായറാഴ്ച നടന്നു പോയി കുർബാന തിരിച്ച് വരും. ആളുകളായിരുന്നു നോക്കാനുള്ളതുണ്ട്. അതിൽ സിസ്റ്റേഴ്സിന് അവിടെ സൗകര്യം ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. കാരണം കുട്ടികളും അത് പഠിക്കാനുള്ള ഒരു പരിശീലനം കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. സിസ്റ്റേഴ്സിനോട് പറഞ്ഞു. എല്ലാവരും മാറിപ്പോയി. അവസാനം നിരപ്പത്തച്ഛനാണ് പോയി എൻ്റെ അടുത്ത് വന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാൻ ആരുടെ അടുത്ത് പോകും? അപ്പോൾ ഞാൻ പറഞ്ഞു ഈ SD കാർഡ് എടുത്ത് പോകാൻ പറഞ്ഞു. 6 പേര് SD കാർഡിൽ ഇരുന്ന് അവരും പറഞ്ഞു ഇവിടെ ആടില്ല എന്ന്. പിന്നെ അച്ഛനും കരഞ്ഞുകൊണ്ട് ഇങ്ങനെ ഞാൻ അടുത്ത് പോകുന്നത്. അവർ ഞങ്ങൾ വന്നേക്കാം എന്ന് പറഞ്ഞ് അവരെ സമ്മതിച്ച്. എന്നിട്ട് ബിബിയാനെന്നൊരു സിസ്റ്റർ കണ്ടായിരുന്നു. അവരെ 2 സിസ്റ്റേഴ്സ് അവർ നമ്മൾ ഇത്തിരി സ്ഥലമൊക്കെ സംഘടിപ്പിച്ച് കൊടുത്തു. എന്നിട്ട് അവരവിടെ ആ പള്ളിയുടെ താഴെ റോഡിന് താഴെ ഇത്തിരി സ്ഥലമൊക്കെ ഉണ്ടാക്കി അവിടെ താമസിച്ചിരുന്നത്. അവിടെ വന്നിട്ട് സിസ്റ്ററിൻ്റെ ആ വീട്ടിൽ നിന്ന് ആങ്ങളമാരും കാണാൻ വന്നപ്പോൾ അവർ കരഞ്ഞു പോയി. നീ കാട്ടിലാണോ ഞങ്ങളെ കൊണ്ടിട്ടിരിക്കുന്ന രീതിയിൽ മാത്രം അതിലേയും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവരുടെ മഠങ്ങളാണെങ്കിലും പല സ്ഥലങ്ങളിൽ ബുദ്ധിമുട്ടുള്ള സ്ഥലം അവരുടെ മാത്രമല്ല പലരുടെയും മഠങ്ങളൊക്കെ അങ്ങനെയായിരുന്നു. അതുപോലെ കിഴക്കൻ പ്രദേശങ്ങൾ, നെടുങ്കണ്ടം മേഖലയിലൊക്കെ ഒത്തിരിയേറെ ശ്രദ്ധ ചെലുത്തുകയും ഒത്തിരിയേറെ വളർത്തിക്കൊണ്ട് വരാൻ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്ത സ്ഥലങ്ങളാണല്ലോ. അതെ, അവിടെയൊക്കെ പിതാവ് അവിടെ വസ്തുത്തിൽ ഞാൻ വരുന്നതിന് മുമ്പ് എന്നെ നെടുങ്കണ്ടം നല്ലൊരു ഹോസ്പിറ്റൽ ഉണ്ടാക്കി. നല്ലൊരു ഹോസ്പിറ്റലായിരുന്നു. പണിതൊരു പള്ളി അത്യാവശ്യം സൗകര്യങ്ങളെല്ലാം കൊടുത്ത് അങ്ങനെ പണിത പള്ളികൾ ചുരുക്കുക എന്ന് പറഞ്ഞല്ലോ. അവിടെ നെടുങ്കണ്ടം പണിത പള്ളിയായിരുന്നു. പള്ളി മുറിയും ഉണ്ടായിരുന്നു. പിന്നെ അടുത്ത് ഹോസ്പിറ്റലും ഉണ്ടായിരുന്നു. അത് എല്ലാം കൊണ്ട് ഡെവലപ്ഡായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു അത്. പിന്നെ അവിടെ വഴിയൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഇടുക്കി അവിടെ മുകളിലോട്ടൊരു മൂന്നാറിന് പോകാം വഴിക്കൂടെ, അല്ലെങ്കിൽ കുമിളിക്ക് പോകാം. അങ്ങോട്ടും ഇങ്ങോട്ടും വഴിയുള്ളതുകൊണ്ട് നല്ലൊരു ഏരിയ ആയിരുന്നു അത്. ഇതിൽ ഡെവലപ്പ് ചെയ്ത് പോന്നു. ഈ രൂപതയുടെ വിഭജനത്തിന് ശേഷം പിന്നെ നമ്മുടെ ശ്രദ്ധയും വിഭവങ്ങളും എല്ലാം ലോ റേഞ്ചിലേക്ക് ഉപയോഗിക്കുന്ന ഒരു ശൈലി അതിന് ശേഷമാണല്ലോ വരുന്നത്. അതെ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ നെസ്റ്റിൻ്റെ നിർമ്മാണം, അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ ഫാർമസി കോളേജ് വിഭാവനം ചെയ്തു. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പിതാവിൻ്റെ അതങ്ങനെ അവിടെ നോക്കിയപ്പം ഇവിടെ അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം വേണം എന്ന് കണ്ടുകൊണ്ട് നമുക്ക് ഉദാഹരണത്തിനായിട്ട് ഒരു
ടീച്ചർ എഡ്യൂക്കേഷൻ കോളേജ്, B.Ed കോളേജ് വേണം. അപ്പോൾ അതിനോടെ നമ്മുടെ ടീം ടീച്ചേഴ്സ് സഹായിക്കാമെന്ന് പറഞ്ഞ് ഇത് പറഞ്ഞ് കോളേജ് തരാൻ പറഞ്ഞാൽ വേറെ വലിയൊരു ചോദിച്ചായിരുന്നു. നമുക്കൊരു മുൻഗണന വന്ന് എവിടെയാണ് തുടങ്ങണമെന്ന് പെൺകുടി തുടങ്ങിയെങ്കിലും മരിക്കുമ്പോൾ തുടങ്ങില്ല. കാരണം മരിക്കുമ്പോൾ ഒരു പുരാതന ഇടവകയാണെങ്കിലും ഒരു പുരോഗതി ഇല്ലാത്തൊരു ഇടവകയാണ്. എന്നാൽ ഇനി അവിടെ സ്കൂൾ ചെയ്യുകയാണെങ്കിൽ ഇപ്പോഴും വലിയ പുരോഗതിയൊന്നുമില്ല. നല്ല സ്കൂൾ വയ്ക്കുകയാണെങ്കിൽ B.Ed കോളേജ് വരികയാണെങ്കിൽ തിരക്കേടില്ലല്ലോ. റിക്വസ്റ്റ് ചെയ്ത് B.Ed M.Ed കൊള്ളാനായിട്ട് സമ്മതിച്ചു. തുടങ്ങി പറ്റിയ ആളുകൾ കിട്ടി. അവർ നല്ല ഭംഗിയായിട്ട് നടത്തിക്കൊണ്ട് പോകുന്നുണ്ട് കോളേജ്. പിന്നെ അതുപോലെ ഫാർമസി കോളേജ് എൻ്റെ അടുത്തുനിന്നൊരു നമ്മുടെ ബന്ധപ്പെട്ട ഒരാളാണ്. അങ്ങനെ പറഞ്ഞാൽ മകനോ മകൾക്കോ വേണ്ടിയിട്ടൊരു ഫാർമസി കോളേജിൽ അഡ്മിഷൻ വാങ്ങിക്കാൻ റെക്കമെൻഡേഷൻ ചെയ്യാമെന്ന് ചോദിച്ചു. എവിടെയാണ് ഫാർമസി കോളേജ്? തമിഴ്നാട്ടില്ല. മാത്രമല്ല റെക്കമെൻഡേഷൻ മാത്രം ഒരു 5 ലക്ഷം രൂപയും വേണമെന്നുള്ളത്. അപ്പോൾ ഇവിടെ കോളേജ് മീറ്റിംഗ് ഉണ്ട്, കോളേജിൽ മാനേജിംഗ് ബോർഡിൻ്റെ മീറ്റിംഗ് ഉണ്ട്. ആ മീറ്റിംഗ് ഞാൻ തന്നെ പറഞ്ഞു, നമുക്കൊരു ഫാർമസി കോളേജ് തുടങ്ങണം, നിങ്ങളുടെ അഭിപ്രായം എന്നാന്ന്. കുഴപ്പമില്ല എന്നൊക്കെ അവരെല്ലാം പറഞ്ഞു. പെട്ടെന്ന് എല്ലാം പണിയെല്ലാം തീർന്നു. പിതാവ് വളരെ നല്ലൊരു സംഗീത ആസ്വാദകനാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ക്ലാസിക്കുകളൊക്കെ പിതാവ് കേൾക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന ഒരു ശൈലി അത് പിതാവ് ഏത് കാലഘട്ടം മുതലൊക്കെയാണ് അങ്ങനെ ഒരു? ഞാനിങ്ങനെ സംഗീതം വെച്ചാൽ എനിക്ക് ഫോറിൻ വിദേശത്തുള്ള ക്ലാസിക്കൽ മ്യൂസിക് കേട്ട് പഠിച്ച് അതിങ്ങനെ അതിനെക്കുറിച്ചത് മൊസാർട്ട്, ബേത്തോഫന്, ഷൊപ്പാന് അങ്ങനെയുള്ളവരെ കുറിച്ചെല്ലാം അറിയാം. കുറച്ചായിട്ട് പാട്ടുകളെല്ലാം കേട്ടിട്ടുണ്ട്. ബാഹ് അവരുടെ എല്ലാം പാട്ടുകൾ കേട്ടിട്ടുണ്ട്, എനിക്കറിയാൻ ചെയ്യാം. ആ പാട്ടുകളെല്ലാം ഞാൻ ആസ്വദിച്ചിരുന്ന് അതാ മെസ്സയ, ഹെൻഡലിൻ്റെ മെസ്സയ, അങ്ങനെയുള്ള ഈ ക്ലാസിക്കൽ യൂറോപ്യൻ മ്യൂസിക്കാണ്. അത് എനിക്കറിയാം, ഞാൻ ആസ്വദിക്കുന്നത്. കാരണം വളരെ ശാന്തമായിട്ട് പോകുന്ന ഒന്നാകും. അല്ലാതെ കോലാഹലമുണ്ട്, അത് മോഡേണാണ്. പഴയതാണെങ്കിൽ ജുസേപ്പെ വെർദി, അദ്ദേഹത്തിന് മെസ്സയ, അങ്ങനെ പാട്ടുകളെല്ലാം ആസ്വദിക്കാൻ കൊള്ളാവുന്ന, ചിലപ്പം തന്നെ ഇരുന്നുകൊണ്ട് കേൾക്കാറുണ്ട് പാട്ടുകൾ.